നമസ്കാരം. ഇന്ന് പൗർണമിയാണ്. ഇന്ന് വൈകുന്നേരം ചന്ദ്രൻ ഉദിച്ച് കഴിഞ്ഞാൽ തുടങ്ങി നാളെ രാവിലെ വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ത്രാടകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ആ ത്രാടകം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓറ സ്ട്രോങ് ആക്കുവാനും ക്ലെൻസ് ചെയ്യാൻ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ഇതാണ് ആ ത്രാടകം ചെയ്യുക. കാരണം നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു പ്രകാശവലയം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിനെ ഓറ എന്നാ പറയുന്നത്. ആ ഓറയിൽ ഉണ്ടാവുന്ന വിള്ളലുകൾ, അതായത് ബ്രേക്കിംഗ് ഒക്കെ വരുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളും അസുഖങ്ങളും ഈ പറയുന്ന ആഭിചാര ക്രിയകളും മറ്റു വിളിദോഷങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ഓറ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. എപ്പോഴും നമ്മുടെ സെൽഫ് കൺട്രോളിൽ നമ്മുടെ ഓറ സ്ട്രോങ് ആക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ബോഡി, മീൻസ് ഒരു ആസ്ട്രൽ ബോഡി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ ടിപ്സിലൂടെ ഞാൻ തരുന്നത്. എങ്ങനെ നമുക്ക് നമ്മുടെ ഓറ ക്ലൻസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഓറ എങ്ങനെ നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും, അതിനൊരു ത്രാടകം എന്നാണ് അതിനെ പറയുന്നത്. അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത്. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വാട്സാപ്പ് ചെയ്യും. ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിന് ഇടിച്ചു നിർത്തുകയോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് തരാൻ പറ്റും. മാത്രമല്ല ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് മറുപടിയും കൂടെയാണ്. കാരണം നമുക്ക് ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളും ഉണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ ഒരു വ്യക്തിക്ക് 4 മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ. അപ്പം നമുക്ക് ഏതൊക്കെ സൈഡിലാണ് പോസിറ്റീവ് എനർജി കിട്ടുന്നത്, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള എനർജി വരുന്നത്, അതനുസരിച്ച് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, എങ്ങോട്ട് തലവച്ച് കിടക്കണം, നമ്മൾ ഏത് കളർ ഉപയോഗിക്കണം, ഇതൊക്കെ ഒരു ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഡയറക്ഷനൂടെ വാട്സാപ്പ് ചെയ്യൂ. നമുക്ക് അത് നോക്കിയതിനു ശേഷം, അത് ചെറിയൊരു ഫീസുണ്ട്, അത് നോക്കിയതിനു ശേഷം പറഞ്ഞുതരാം. നിങ്ങളുടെ ഫാമിലിയിലുണ്ടോ, കുടുംബത്തിലുള്ള 4 പേർക്കോ 5 പേർക്കോ ആണെങ്കിൽ അങ്ങനെ അയച്ചു തന്നോളൂ. അതിനും വേറെ കാശാണ് ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതൊന്ന് അയച്ചു തന്നോളൂ കേട്ടോ. നമുക്ക് ഓറ ക്ലൻസ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് ആദ്യം ഈ പൗർണമി ദിവസം, ഇന്നത്തെ ദിവസം വൈകുന്നേരം പറ്റുമെങ്കിൽ ഒന്ന് ഫ്രഷായി ഒക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ ചന്ദ്രനെ കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും ഇരിക്കുക. ചന്ദ്രനെ നമ്മൾ കാണത്തക്ക രീതിയിലാണ് ഇരിക്കേണ്ടത്. അപ്പം ആ ഉദിച്ചു വരുന്ന ചന്ദ്രനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പം നമുക്ക് ആ കാണത്തക്ക സൗകര്യത്തിന് ഇരുന്നുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശ്വസനമുദ്ര ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം പുരുഷന്മാരാണെങ്കിൽ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വലത് മൂക്കിലൂടെ ശ്വാസം വിടുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഉള്ളിലിങ്ങനെ നിർത്തുക, വലത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. അങ്ങനെ ഒരു 21 പ്രാവശ്യം ആദ്യം ചെയ്യണം. സ്ത്രീകളാണെങ്കിൽ വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഉള്ളിൽ നിർത്തുക, ഇടത് മൂക്കിലൂടെ ശ്വാസം വിടുക. കാരണം നമ്മളൊരു ശ്വസനക്രിയ കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്. ആ ത്രാടകം ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ഗുണം കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പുരുഷന്മാർ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വലത് മൂക്കിലൂടെ വിടുക. സ്ത്രീകളാണെങ്കിൽ വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഇടത് മൂക്കിലൂടെ വിടുക. അങ്ങനെ മിനിമം ഒരു 21 മുതൽ 41 പ്രാവശ്യം വരെ നമുക്കത് ചെയ്യാം. 21 മുതൽ 41 പ്രാവശ്യം വരെ അന്നിങ്ങനെ കൗണ്ട് ചെയ്ത് വലത് കഴിഞ്ഞ് ഇങ്ങനെ കൗണ്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തതിന് ശേഷം അപ്പം നമ്മുടെ പിങ്കള നാഡികളെ ഫിൽട്ടർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു എനർജൈസ് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു ശ്വസനക്രിയ. അത് എപ്പോഴും നമുക്ക് ചെയ്യാം. രാവിലെ എണീച്ചിട്ട് ബെഡിൽ ഇരുന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണടച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നതിന് ശേഷം മെല്ലെ കണ്ണ് തുറക്കാം. കണ്ണ് തുറന്ന് ചന്ദ്രനെ ഒന്ന് നോക്കാം. ചന്ദ്രനെ നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. കാരണം ആ ചന്ദ്രൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ആ ചെറിയ ഈ നിഴലൊക്കെ കാണാൻ പറ്റും. അതിലോട്ട് നോക്കുമ്പം വളരെ നമുക്ക് ഇന്ന് വരെ കാണാത്ത പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. വളരെ പവർഫുള്ളാണ്. അപ്പം ആ ഉൾക്കാമ്പിലോട്ട് ഏകദേശം പറ്റുമെങ്കിൽ കണ്ണ് ഇമ വെട്ടാതെ നോക്കാൻ ശ്രമിക്കുക. ഇമ വെട്ടിപ്പോവും. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ ചന്ദ്രനെ നോക്കിയിരിക്കുക. മിനിമം 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്, നമുക്ക് അത് എത്ര സമയം വേണോ ചന്ദ്രനെ ഇങ്ങനെ നോക്കിയിരിക്കുക. എന്നതിന് ശേഷം പതിയെ കണ്ണടച്ചുകൊണ്ട് പിന്നെ നമ്മൾ അടുത്ത ശ്രദ്ധ എവിടെയാണ്, നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത്, ഈ തുമ്പല്ല ഉള്ളിൽ, നമ്മുടെ ആ കണക്ട് ചെയ്യുന്ന ഭാഗത്താണ് തുമ്പെന്ന് പറയും. ഈ തുമ്പല്ല ഉള്ളിലെത്ത്, അവിടെ ശ്രദ്ധിച്ചുകൊണ്ട്
നമ്മൾ നോർമലി ഉള്ള നമ്മുടെ ശ്വാസത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതായത് നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ നമ്മൾ വിടുന്ന ശ്വാസത്തെ ഒരു കാഴ്ചക്കാരനെ പോലെ നിന്ന് കാണാൻ ശ്രമിക്കുക. കാണാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ അതിന് ശ്വാസഗതി എന്ന് പറയും. നമ്മൾ എപ്പോഴും ഒരു മൂക്കിലൂടെ അല്ല ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും. അത് ആ മാറി മാറി വരും. അപ്പൊ അതിന് ഒരു കാഴ്ചക്കാരനെ പോലെ നിന്ന് കാണാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റ് ചിന്തകളിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്ന ഏറ്റവും വലിയ ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ് തീറ്റ ലെവൽ ബ്രീത്തിങ് എന്നാണ് ഇതിനെ പറയുന്നത്. നമുക്ക് ആ ഒരു ബ്രീത്തിങ് കുറച്ച് നേരം നമ്മൾ ആ ബ്രീത്തിങ് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞുവല്ലോ, നമ്മുടെ ചിന്തകളില്ലാത്തൊരു ലോകത്തോട്ട് പോകും. ചിന്തകളില്ലാത്ത ലോകമാണല്ലോ ഏറ്റവും വലിയ മെഡിറ്റേഷൻ്റെ പീക്ക് ലെവലിലെത്തുക എന്ന് പറയുന്നത്. അപ്പം അതിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുക, ചിലപ്പോൾ ഉറങ്ങിപ്പോവുക ചെയ്യും കേട്ടോ. അതൊന്നും പേടിക്കണ്ട, അതൊക്കെ മെഡിറ്റേഷൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ പതിയെ ഒന്ന് കണ്ണൊന്ന് തുറന്നിട്ട്, അപ്പം ഈ സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഈ സമയത്ത് പറ്റുമെങ്കിൽ നമുക്കൊരു മുദ്ര പിടിക്കാനുണ്ട്. കുബേരമുദ്ര എന്നൊരു കുബേരമുദ്ര ഇങ്ങനെ കുബേരമുദ്ര. ഈ കുബേരമുദ്ര ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ മടിയിൽ വയ്ക്കാതെ കയ്യിൽ ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് നമുക്ക് ആ ഒരു ക്രിയ ചെയ്യേണ്ടത്. പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ കറക്റ്റായി ഫ്രീ ആയിട്ട് വെച്ചുകൊണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കുബേരമുദ്ര പിടിച്ചു കഴിഞ്ഞാൽ കുബേരൻ്റെ അറിയാമല്ലോ, സാമ്പത്തികം നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതാണ് കുബേരൻ. അപ്പോൾ കുബേരമുദ്ര പിടിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നോർമലായിട്ട് ഇരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം പതിയെ കണ്ണ് തുറക്കുന്നതിന് മുന്നേ നമ്മൾ പറയേണ്ട 3 സ്വിച്ച് വേർഡ്സ് ഉണ്ട്. ആ സ്വിച്ച് വേർഡ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസ്സുമുള്ളവനുമാവുന്നു. ഒന്നാമത്തത്, ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസ്സുമുള്ളവനുമാവുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസ്സുമുള്ളവനുമാവുന്നു. 3 പ്രാവശ്യം പറയേണ്ടത് കേട്ടോ. രണ്ടാമത്, അർത്ഥം നമുക്ക് ആരോഗ്യവും ദീർഘായുസ്സും കിട്ടിയാൽ പിന്നെ അടുത്ത ആവശ്യം എന്ന് വെച്ചാൽ പണമാണ്, അല്ലേ? അപ്പോൾ അടുത്ത പറയേണ്ടത്, പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. ഈ പണം എന്നിലേക്ക് ഒഴുകി വരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സ്, അയ്യോ നാളെ ഞാനാ ഇന്ന് കടം വാങ്ങിക്കാം എന്നുള്ള ചിന്ത ഒഴിവാക്കുക. നമ്മുടെ കയ്യിൽ കെട്ടുകണക്കിന് നോട്ടുകൾ നമ്മൾ വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞാൽ അടുത്ത പറയേണ്ടതും, ഞാൻ ഈ പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 3 പ്രാവശ്യം. ഈ 3 സ്വിച്ചുകൾ 3 പ്രാവശ്യം പറയുക. എന്നിട്ട് കൈ കമഴ്ത്തി ഇങ്ങനെ ഭൂമിയിലോട്ട് പിടിക്കുക. എന്നിട്ട് പറയുക, ഇത് പ്രപഞ്ച സത്യമാകുന്നു, ഇത് പ്രപഞ്ച സത്യമാകുന്നു, ഇത് പ്രപഞ്ച സത്യമാകുന്നു. കൈ നല്ലവണ്ണം തിരുമുക, കണ്ണിൽ വയ്ക്കുക. ഏറ്റവും ഹൈലി പവർഫുൾ ആയിട്ടുള്ള ത്രാടകമാണിത്. ഈ ത്രാടകം പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യും. ഇപ്പം മഴയൊക്കെ ഉള്ളൊരു സീസണാണ്, ചന്ദ്രനെ കാണാൻ പറ്റും തോന്നുന്നില്ല, എന്നാലും ചന്ദ്രനെ ചില സമയത്ത് കാണാൻ പറ്റും. അത് നാളെ വെളുക്കുന്നത് വരെ നമുക്കത് ചെയ്യാൻ പറ്റും. രാത്രി 12-1 മണി കഴിഞ്ഞാൽ പിന്നെ പടിഞ്ഞാറോട്ട് തിരിച്ചിരുന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുവരെ നമുക്ക് കിഴക്കോട്ട് നോക്കിയിരുന്ന് നമുക്ക് ഈ ത്രാടകം ചെയ്യാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യയും അതേപോലെ തന്നെ ഭാഗ്യദിശകളും ഭാഗ്യ കളറൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും താമസിക്കുന്ന വീടിൻ്റെ ഡയറക്ഷനൊക്കെ വാട്സപ്പ് ചെയ്യട്ടോ. പിന്നെ രണ്ടാമത്, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, മണി ബട്ടൺ കൂടെ പ്രസ് ചെയ്തോളൂ. നമുക്ക് ഇതേപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി.